എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഇതൊരു വില്ല പ്രൊജക്ട് ആണ്. വളരെ ഭംഗിയുള്ള എലിവേഷനോട് കൂടി ചെയ്തിരിക്കുന്ന കുറച്ച് വില്ലകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 9 വില്ലകളാണ് ഈ ഒരു വില്ല പ്രൊജക്ടിനകത്തുള്ളത്. അതൊക്കെ ഏകദേശം വരുന്നത് 5 സെന്റ് ലാൻഡ് അളവുകൾ പല ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് അളവുകളാണ് വരുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 5 സെന്റ് ലാൻഡിൽ ഏകദേശം 2050 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വില്ലയാണ്. അപ്പൊ ഈ ഒരു വില്ല മാത്രമല്ലാത്ത ധാരാളം വില്ലകൾ വേറെയും സെയിലിനായി കിടപ്പുണ്ട്. അതിനെല്ലാത്തിലും മാർബിൾ ഹോംസിനെ തന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഈ വില്ലയുടെ എലിവേഷൻ കാര്യങ്ങൾ, ഈ ഒരു ഇതിന്റെ ബാക്കിയുള്ള ഏരിയകളൊക്കെ എങ്ങനെയാണ്, ബാക്കിയുള്ള വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് എങ്ങനെയാണെന്നൊക്കെ നോക്കി വരുമ്പോഴേക്കും ബാക്കിയുള്ള ഡീറ്റെയിൽ കൂടി ഞാൻ പറയാം. പൂക്കാട്ടുപടിയിൽ നിന്ന് നമുക്ക് 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ ആണെങ്കിൽ വെറും 4 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇൻഫോ പാർക്കിലേക്കാണ് പോകണ്ടെങ്കിൽ 13 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എത്താവുന്നതാണ്. ഇടപ്പള്ളി സൈഡിലേക്ക് പോകണമെങ്കിലും 15 കിലോമീറ്റർ തന്നെയാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭംഗിയുള്ള എലിവേഷനുള്ള ഒരു വീടാണ്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള ടൈല് വിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു വില്ലകളുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനുമുള്ള നിങ്ങൾക്ക് ഇതിന്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള ചെറിയ പാം ട്രീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ നമ്മളിത് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് നോക്കിയാലും കാണാം, ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സും നല്ല ലീഫി പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലാവിഷായിട്ട് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം 2 കാറുകൾ പാർക്ക് ചെയ്യാം. അത് കൂടാതെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാൽ പോലും അത്യാവശ്യം ഒരു കാറും കൂടെ, ഒരു 3 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ പോർച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കവേർഡ് ആയിട്ടുള്ള ഒരു പോർച്ച് അവിടെ കാണാം. അത് കവേർഡ് ആയിട്ട് ഒരു പോർച്ച് അല്ല, നമുക്ക് കവേർഡ് ആയിട്ടുള്ള ആ ഒരു പോർച്ചിന്റെ അണ്ടറിൽ 2 വണ്ടികൾ പാർക്ക് ചെയ്യാം. ബാക്ക് സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു വെഹിക്കിൾ കൂടി അവിടെയും പാർക്ക് ചെയ്യാം. ഈ കാണുന്ന ഫ്രണ്ട് ഓപ്പൺ വില്ല കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെയും എക്സ്ട്രാ വരുന്ന 2 വണ്ടികൾ. എങ്ങനെ നോക്കിയാലും ഒരു 3-4 വെഹിക്കിളുകൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ എലിവേഷൻ നോക്കിക്കോളൂ, ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ പോലും അതിനെ ആ ഒരു റൈറ്റ് സൈഡൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കുറച്ച് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളുണ്ട്. അവിടേക്ക് ഒരു എ ഷേപ്പിൽ ഓടുകളൊക്കെ പാകിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് തന്നെയാണ് വിൻഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇതിന് എലിവേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെ വിൻഡോസിനുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് വിൻഡോസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു ആഷ് കളർ വരുന്ന ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വീടിനെ ബാക്കിയുള്ള അകത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർപോർച്ചിന്റെ താഴെയായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ടാണ് ടൈലും സ്റ്റോൺസ് ഒക്കെ വിരിച്ച് നല്ല നീറ്റ് ആക്കിയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് കാണാം, നമുക്ക് ഇവിടെ ലാസ്റ്റ് എൻഡ് വരെ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് 2 കാറുകൾ ഈ ഒരു പോർച്ചിൽ മാത്രം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് കൂടാതെ ഫ്രണ്ടിൽ നമുക്ക് 2-3 കാറുകൾ, ടോട്ടൽ നോക്കിയാൽ 4-5 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞത് എത്ര കറക്റ്റ് ആയിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വരുന്ന ഭാഗങ്ങളിലൊക്കെ ചുറ്റിനും നല്ല ഭംഗിയായിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് അങ്ങോട്ട് കടന്നു പോകാനും അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള വീട്ടുകാർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു കംഫർട്ടായ സ്ഥലം തന്നെയാണ്. അപ്പൊ ഇതുപോലുള്ള ഒരു ഓപ്പൺ ഏരിയകൾ, ഓപ്പൺ വില്ലാസ് എടുക്കുന്നതിന് നമുക്കൊരു ഗുണമെന്ന് പറയുന്നത് അതാണ്, നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടുകയും ചെയ്യും. അതുപോലെ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കവേർഡ് ആയിട്ടുള്ള ഈ ഒരു പോർച്ച് ഇവിടെ വരെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അവിടെ 2 കാറും ഇവിടെയും കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സിറ്റ് ഔട്ടിന്റെ ഭംഗിയായിട്ടുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. ഒരു 3-4 ചെയറുകൾ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്നത് വീടിന്റെ മെയിൻ ഡോർ ആണ്. ഇതിന്റെ മെയിൻ ഡോർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടിന്റെ മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് വെസ്റ്റിലേക്കാണ്. വെസ്റ്റ് സൈഡ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു 9 വില്ലകളാണ് ടോട്ടലായിട്ട് നമുക്കുള്ളത്. പലതിന്റെയും ഡയറക്ഷൻ പല സൈഡിലാണ്. അപ്പൊ ഓരോരുത്തരുടെ ബിലീഫ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് തിരിച്ചിരിക്കേണ്ട വില്ലകൾ വേണമെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 2 പാളികളായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് വുഡൻ വരുന്ന ഐറ്റംസ് എല്ലാം ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെയാണ്. കാണുന്ന മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്.
ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഫ്ലോർ ഫസ്റ്റ് നോക്കാം. വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ലിവിങ്ങിന് കിട്ടുന്നത്. നേരെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ വിൻഡോസ് കാണാം. നമ്മൾ പുറത്ത് നിന്ന് പറഞ്ഞിരുന്നു വിൻഡോസ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ളത്. ഈ കാണുന്ന വിൻഡോകൾ നിങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വിൻഡോസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഏരിയ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് കിട്ടുന്നുണ്ട്. മൾട്ടിവുഡിൽ വൈറ്റ് ആൻഡ് വുഡ് കളറിലായിട്ടാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലൂടെ എല്ലാം തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടും വളരെ ഭംഗിയാക്കിയിട്ടാണ് ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വോൾ ഫാൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ എൻട്രൻസ് നോക്കിയാലും കാണാം. മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയായിട്ട് തന്നെയാണ് എൻട്രൻസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഡൈനിങ്ങിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ക്ലോസ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകളാണ്. അങ്ങനെ പല രീതിയിലുള്ള ഷെൽഫ് അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് ക്രോക്കറി ഷെൽഫിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്കിനി കാണേണ്ടത് വാഷ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയയിൽ ബ്ലാക്ക് കളറിലുള്ള വൈറ്റ് ടൈലും മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. സെറയുടെയാണ് സിസ്റ്റം യൂസ് ചെയ്തത്. താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന മുകളിൽ മൾട്ടിവുഡിന്റെ വർക്കുകളും അതുപോലെ തന്നെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇത് ടോട്ടൽ ഒരു 4 BHK വീടാണ്. അപ്പം 4 ബെഡ്റൂമുകളിൽ 2 എണ്ണം താഴെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾ കണ്ടു. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 11x10 ആണ്. 11x10 ഫീറ്റ് ആണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് കാണാം. അത് കൂടാതെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് വിൻഡോസ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഭംഗിയുള്ള അറേഞ്ച്മെന്റ് ആണ് വിൻഡോകൾക്കായിട്ട് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും തന്നെ ഫാൻ ഫിറ്റിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബുകൾ വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറാണ് മെയിൻ ആയിട്ട് വാർഡ്രോബുകൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബ് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അഡീഷണൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷെൽഫ് ഫെസിലിറ്റികളുണ്ട്. താഴെ ചെറിയ ക്ലോസ് ചെയ്യാവുന്ന വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സിംഗ് ടേബിൾ മറ്റൊരു സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു പ്രത്യേക ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഒരു ഗ്രേ ആൻഡ് ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരുന്ന ഷെയ്ഡാണ് ബാത്റൂമിനകത്തൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നമുക്ക് ഈ ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് വിസിബിൾ ആണ്. സ്റ്റെയർ കേസ് നോക്കിയാൽ കാണാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് അകത്തെല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗങ്ങൾ നോക്കിയാലും കാണാം കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ട് നല്ല ഹാൻഡിൽസും ഡോറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. എങ്കിൽ പോലും വീണ്ടും നമുക്ക് എക്സ്ട്രാ സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10x10 ഫീറ്റ് ആണ്. 10x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. വിൻഡോസ് കാണാം. ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട പോലുള്ള വിൻഡോസ് ആണ്. പക്ഷെ ഈ ഒരു സൈഡ് വരുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വിൻഡോസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗ്, ലൈറ്റ് ഫിറ്റിംഗ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ കുറച്ചൊരു നല്ല ഏരിയ തന്നെ വാർഡ്രോബുകൾക്കായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ മിററും അറ്റാച്ച് ചെയ്തിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. വാർഡ്രോബുകളുടെയൊക്കെ ഒരു കളർ കോമ്പിനേഷൻസ് എല്ലാം തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ബ്ലൂ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വോളും അതുപോലെ തന്നെ ഫ്ലോറിലെയും ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഈ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിന്റെ തൊട്ടടുത്തുള്ള ഡോർ ഇത് തുറന്നാൽ നമുക്ക് കിച്ചണിലേക്കാണ് വരുന്നത്. കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹാഫ് ഡോറും ഹാഫ് ഗ്ലാസും ഒക്കെ വന്നിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്.
ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടൈലുകൾക്ക് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഒരു ഗ്രിപ്പോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ കിച്ചൺ ആണെന്നത് തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള കാരണം നമുക്ക് ഇവിടെ 2 കിച്ചൺ കിട്ടുന്നുണ്ട്. ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിച്ചൺ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ സ്ലാബ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളർ ടൈലുമാണ്. വലിയ വിൻഡോസ് തന്നെയാണ് നമുക്ക് 4 ഇവിടെ കിട്ടുന്നത്. വാർഡ്രോബുകൾ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് മൾട്ടിവുഡ് കൊണ്ട് ആവശ്യത്തിന് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെയും ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും റൂഫിലെ വർക്കുകളൊക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്, ക്ലോസ് ചെയ്യാവുന്ന ഡോറാണ്. ഇത് തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണിലേക്കാണ്. നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്നവർക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ് ഇങ്ങനത്തെ കിച്ചൺസ് ഒക്കെ. ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് സ്ലാബ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയൊക്കെ ആയി ധാരാളം കിച്ചൺ ക്യാബിനറ്റ്സ് ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഏരിയ വന്നിട്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ കാണാം അവിടെയൊക്കെ ആ ബാക്കിയുള്ള ബാലൻസ് വരുന്ന ഏരിയ ഒക്കെ ഭംഗിയായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്, മുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. മുകളിലേക്ക് കയറി വന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാള് കാണാം. ഈ ഭാഗത്തേക്ക് നമുക്ക് സ്പേസ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ വലിയ വിൻഡോസ് തന്നെയാണ് 5 കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ധാരാളം വർക്കുകളുണ്ട്, ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗം തുടങ്ങി മുകളിലേക്ക് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയ നമ്മൾ താഴെ നിന്ന് നോക്കിയപ്പോൾ ലിവിംഗ് സ്പേസിലെ ഡബിൾ ഹൈറ്റഡ് ആണെന്ന് പറഞ്ഞ ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഹാൻഡ് റെയിലുകളൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് സേഫ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് TV യൂണിറ്റ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. മൾട്ടിവുഡ് കൊണ്ടുള്ള അറേഞ്ച്മെന്റ് ആണ് TV ഒക്കെ വെക്കാനായിട്ട് ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണെങ്കിലും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് അടുത്ത് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡോറ് കാണാം. താഴെ നമ്മൾ 2 ബെഡ്റൂമാണ് കണ്ടത്, മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. TV യൂണിറ്റിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത് ഇവിടുത്തെ ബെഡ്റൂമാണ്. ഡോറിന്റെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിലും 11x10 ഫീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. 11x10 ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. വിൻഡോസ് കാണാം, ഇവിടെ 4 ഉണ്ട്. ഇവിടെ വലിയ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. സെയിം പാറ്റേൺ തന്നെ സെയിം കളർ കോമ്പിനേഷനിലുമാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വിത്ത് മിററോട് കൂടിയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനായിട്ട് ബാലൻസ് ഉള്ളത് ഒരു ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. അപ്പൊ അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ബെഡ്റൂമിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മറ്റൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. 2 ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഒരു ഏരിയ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് ഇട്ടിട്ട് ടഫിന്റെ ഗ്ലാസ് വെച്ചാണ് കവർ ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്ന ഏരിയ നമുക്കറിയാം കുറച്ച് സൺലൈറ്റും മഴയൊക്കെ കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ അവിടെ ഒരു വലിയ ഏരിയ തന്നെയുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് GA പൈപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് ഞാൻ പറഞ്ഞു 9 വീടുകൾ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു 9 വീടുകൾ അല്ലാതെ ഇതിന്റെ ഒരു പുറത്തേക്ക് വരുന്ന ഈ വില്ലയുടെ പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം വീടുകളൊക്കെ ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരെ കയറി വന്ന സമയത്ത് നമ്മൾ ഇവിടെ കണ്ടത് ഒരു TV യൂണിറ്റ് വെക്കുന്ന സ്പേസ് കണ്ടു, അതിനടുത്തൊരു ബെഡ്റൂം കണ്ടു, ബാൽക്കണി കണ്ടു. ഇത് നമുക്ക് കാണാനുള്ളത് യൂട്ടിലിറ്റി സ്പേസും ഒരു ബെഡ്റൂമും കൂടിയാണ്. ഇതാണ് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിലും 11x10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 11x10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസും ആ ഭാഗത്ത് അവിടെ ഞാൻ 4 വിൻഡോ എന്ന് പറയുന്നത് മുകളിലും താഴെ നോക്കുവാണെങ്കിൽ ടോട്ടൽ നമുക്ക് 8 വിൻഡോസോളം വരുന്നുണ്ട്. നമുക്ക് ചെറുത് മാത്രം ഓപ്പൺ ചെയ്താൽ മതിയെങ്കിൽ ആ രീതിയിലുള്ള ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് കുറച്ച് ഭംഗിയായിട്ടാണ് നമ്മുടെ ഒരു പഴയ ഒരു സ്റ്റൈല് പോലെ റൂഫിംഗ് കുറച്ചും കൂടെ കോർണർ പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഭംഗിയായിട്ടുള്ള വർക്കും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കോമ്പിനേഷൻസ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം. നമുക്ക് അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നേരത്തെ കണ്ട ബെഡ്റൂമിലെ പോലെ തന്നെയാണ് സെയിം ആയിട്ട് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രേ കളർ ഷെയ്ഡാണ് ബാത്റൂമിനകത്തുള്ള ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഏകദേശം എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കൂടിയാണ് കാണാനുള്ളത്.
ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന് വളരെ അടുത്തായിട്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നത്. യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ടൈലിന് കുറച്ചൊരു ചേഞ്ച് വരുന്നുണ്ട്. ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ടൈലാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നല്ലൊരു ഏരിയ യൂട്ടിലിറ്റി സ്പേസിൽ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യത്തിന് നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അടുത്ത ഒരു വില്ല പ്രൊജക്റ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം ഏകദേശം 10-20ഓളം വീടുകളിൽ ആളുകൾ താമസമായതാണ്. അപ്പൊ എന്തുകൊണ്ട് നല്ലൊരു ക്രൗഡഡ് ആയിട്ട് ആളുകൾ താമസിക്കുന്ന ഏരിയയിലാണ് നമ്മൾ ഈ കാണുന്ന വില്ലയും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡിലേക്കൊക്കെ എത്തണമെങ്കിൽ ബസ് റൂട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 600 മീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു പൂക്കാട്ടുപടിയിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 9 വില്ലകളോളമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 5 സെന്റ് ലാൻഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2050 ആണ്. കുറച്ചും കൂടെ കൂടിയ സ്ക്വയർ ഫീറ്റ് വേണ്ടവർക്കും ലാൻഡ് അളവ് വേണ്ടവർക്കും തൊട്ടപ്പുറത്ത് തന്നെ മറ്റു വില്ലകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീടെന്ന് പറയുന്നത് 5 സെന്റ് സ്ഥലത്ത് 2050, 5 സെന്റ് ഓഫ് ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വില്ലകൾക്കൊക്കെ ടോട്ടലി ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് 85 lakhs ആണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇത് വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ ബിൽഡറായിട്ട് നേരിട്ടിരുന്ന് ഫേസ് ടു ഫേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ നെഗോസിയേഷൻസ് ഒക്കെ തന്ന് നിങ്ങൾക്ക് ഈ വീടുകൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ 85 ലക്ഷം രൂപ വില വരുന്ന ഈ വില്ലകൾ നെഗോഷ്യബിൾ പ്രൈസ് ആണ് പറയുന്നത്. സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളൊക്കെ ആയിട്ട് ഇനിയും കാണുന്നത് വരേക്കും, മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.